കേരളത്തിനോട് റെയിൽവേയുടെ അവഗണന തുടരുന്നു. കേരളിന് ബദലായി മാധ്യമങ്ങളും പ്രതിപക്ഷവും മുന്നോട്ട് വെച്ച മൂന്നാം പാതയും കേരളത്തിനില്ല. പദ്ധതിക്കായി സർവേയും DPRും പൂർത്തിയായിട്ടില്ലെന്ന് റെയിൽവേയുടെ മറുപടി. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ രേഖാമൂലമുള്ള മറുപടി MPമാരുടെ യോഗത്തിലാണ് വെച്ചത്. കേരളിന് പകരം മൂന്നാം പാത സാധ്യതയില്ലാത്തതെന്ന് ഇതോടെ വ്യക്തമായെന്ന് യോഗത്തിൽ പങ്കെടുത്ത ശേഷം ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസനത്തിന് നാഴികക്കല്ലാകുന്ന കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും അന്നു പറഞ്ഞത് സതേൺ റെയിൽവേയുടെ മൂന്നാം റെയിൽപാത എന്ന പദ്ധതിയാണ്. എന്നാൽ പദ്ധതി നടപ്പിലാകില്ലെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുടെ മറുപടിയോടെ വ്യക്തമായി. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിലാണ് ഈ മറുപടി. പദ്ധതിക്കായി സർവേയും DPRും പൂർത്തിയായിട്ടില്ലെന്ന് റെയിൽവേ മറുപടി നൽകിയതായി യോഗത്തിൽ പങ്കെടുത്ത ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. അതായത് 2017-18 പിങ്ക് ബുക്കിൽ വന്ന, അതായത് ബജറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ആ പാതയുടെ സർവേ പോലും പൂർത്തിയായിട്ടില്ല, DPR പോലും പൂർത്തിയായിട്ടില്ല. അത് മാത്രമല്ല, ഒരു ഹൈസ്പീഡ് ലൈനിലേക്ക്, അതായത് 180 കിലോമീറ്റർ ലൈനിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ അത് ലാഭകരമല്ലാത്തൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പോലും പറഞ്ഞു. അതിനർത്ഥം കേരളം കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളിന് പകരമായിട്ട് മുമ്പോട്ട് വെച്ചിരുന്ന, എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ മുമ്പോട്ട് തള്ളിയിരുന്ന, അല്ലെങ്കിൽ സതേൺ റെയിൽവേ മുമ്പോട്ട് വെച്ചിരുന്ന മൂന്നാമത്തെ പാത എന്നുള്ള സാധനം ഒരു കാരണവശാലും യാഥാർത്ഥ്യമാകില്ല എന്ന് ജനറൽ മാനേജർ കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിൽ കാതലായിട്ടുള്ള ഒരു മാറ്റവും അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും കൂടി സ്പഷ്ടമായിരിക്കുന്നു. അതുപോലെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വളവ് നിവർത്തൽ കാര്യങ്ങളൊക്കെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളത് വളരെ ദുഷ്കരമാണെന്നും അത് സാധ്യമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാതലായ പദ്ധതികളുടെ ഒരു കുറവ് വരും വർഷങ്ങളിലും അനുഭവിക്കാൻ പോവുകയാണ്. അതേസമയം യോഗത്തിൽ നിരവധി ആവശ്യങ്ങൾ കേരളത്തിലെ MPമാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ പുതുതായി അനുവദിക്കാൻ പോകുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ, അത് ട്രിവാൻഡ്രം ബാംഗ്ലൂർ റൂട്ടിൽ ഓടിക്കാമെന്ന് തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങളൊന്നും ഇതിനകത്ത് ലഭ്യമായിട്ടില്ല. കൊച്ചിയിൽ ഒരു ഇലക്ട്രിക് യാർഡിൻ്റെ സാധ്യതയുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാവുന്നതാണ്. അതിനുള്ള സ്ഥലവും എല്ലാം ഉണ്ട്. പക്ഷേ അവർ നടപ്പിലാക്കുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ നമ്മുടെ കൊച്ചുവേളിയിൽ മുമ്പ് അനുവദിച്ചിരുന്ന ഒരു വാഷിംഗ് പ്രോജക്റ്റ് തന്നെ, കോച്ച് വാഷിംഗ് തന്നെ, അത് തന്നെ അവിടെ നിന്ന് മാറ്റി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. അതുപോലും ഒരു പക്ഷേ നമ്മൾ ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ടായില്ല. അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി ഇവിടെ. ഇതാണ് നമ്മുടെ റെയിൽവേ വികസനത്തിൻ്റെ ഒരു അവസ്ഥ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.